number 1 2 മണിക്കൂർ സിറാവ്. റൂം നമ്പർ 2, റൂം നമ്പർ 3, റൂം നമ്പർ 4. ₹100. 100 rupees? 50 രൂപ ഇരിക്കെ. ഹാഫ് ചാർജ് പറ്റാതെ. ഹാഫ് ചാർജാ? ശരി, കൊടുങ്ക. വയസ്സ് 18. 100 rupees. 100 രൂപ. 100 രൂപയോ? Yes. दादा, जाते काम शुरू कर. जी साहब. ठीक है? ठीक है. എന്താ പേര്? ബാബു. എന്താണ് ജോലി? പഠിക്കുക. ഏത് ക്ലാസ്സിൽ? പ്രീക്ക്. വയസ്സ് എത്രയും? 18. എനിക്ക് വയസ്സ് 35. എനിക്ക് മേല. ഞാൻ പോവാ. വേണ്ട വേണ്ട, ഇവിടെ കിടന്നു. ഞാൻ പുറം തിരുമ്പി തരാം. അയ്യോ, വാട്ട്? ഒന്നുമില്ല, ചുമ്മാ. Your name? My name is Professor Plastock. Professor? Yes. റഷ്യൻ സർക്കസിൽ കാണ്ടാമൃഗത്തിന്റെ പുറത്ത് കയറുന്നത് ഞാനാ. ഓ, then come on.
കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല, ചോര കാണില്ല, താൻ അറബിക്കടലിൽ ഒഴുകി നടക്കും. आइए आइए बैठिए. हेलो बेबी, I was expecting you. കൃത്യസമയത്തിന് എത്തിയല്ലോ. വരാതിരിക്കാനൊക്കെ ഒരു വലിയ ചാൻസ്. ബോംബെയിലെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ 1 കോടി രൂപയുടെ ബിസിനസ് ഡൽഹിയിലെ ഒരു മഹാനിൽ തങ്ങി നിൽക്കുകയാണ്. അതെല്ലാം കൂടി തങ്ങി നിൽക്കുന്നത് 1 മണിക്കൂർ മതി. 500 rupees. All right? Room number 1. Out. പേരെ കസ്റ്റമർ വന്നില്ലേ? ഇല്ല. വന്നാൽ വേണ്ടതുപോലൊക്കെ ചെയ്തേക്കണം. എനിക്ക് നല്ല സുഖമില്ല. ഗോപാല, ചായ കുടിച്ചോ? ഗോപാല, ഇങ്ങ് വന്നേ. എന്റെ ചോടിയുടെ പുറകിലത്തെ ബട്ടനൊന്ന് വിട്ടു, ഒന്ന് ഇടിച്ചേ. അത്ത വന്നിട്ട് ഇടിക്കാം. വേണ്ട, നീ ഇടിച്ചാ മതി. എന്റെ കൈ വിറയ്ക്കും കൊച്ചമ്മേ. അത്തേരെ കൈയും വിറയ്ക്കും. അതുപോലെയല്ല എന്റെ വിറ. അത്ത വിറയ്ക്കുന്നത് വാദം കൊണ്ടാണ്. ഞാൻ വരയ്ക്കുന്നത് പിടിച്ചാൽ നിൽക്കാത്ത ഒരുതരം വെപ്രാളം കൊണ്ടാ. ഇടിക്കാനല്ലേ പറഞ്ഞത്? താഴ്ത്തിയതും വിട്ടു. ഓ, താഴ്ത്തിയതും വിട്ടു. ഒന്നിടുമ്പം മറ്റൊന്നഴിഞ്ഞു. ഇത്ര വിഷമിച്ചത് പിന്നിലാക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതിന്റെ വാതില് മുന്നിലായിരുന്നെങ്കിൽ എത്ര സൗകര്യമായിരുന്നു. ആർക്ക്? അല്ല, ഇടുന്നവർക്കും അഴിക്കുന്നവർക്കും. സൗകര്യമല്ലടാ, അസൗകര്യമാണ് ഫാഷൻ. അതിനാണ് വില. എന്നാലും ഈ കുടുക്കിന്റെ കാര്യം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നതാ നല്ലത്. നിനക്ക് അല്ലേ? ഈ ബട്ടനൊന്ന് അഴിയുമ്പോൾ ബോംബെ നഗരത്തിലെ ഒരു പണക്കാരന്റെ പെർസിൽ നിന്നും 1000 മുതൽ 5000 വരെ കുറയും. പക്ഷെ അതിടുന്ന എന്റെ നഖം പൊളിയുന്നല്ലോ കൊച്ചമ്മേ. അതാണ് വേലക്കാരൻ. ഏറ്റവും നല്ല തൊഴിലാളി ആരാന്നറിയാമോ? സത്യസന്ധനും ജോലി ചെയ്യുന്നവനും. അല്ല, ഏറ്റവും ചെലവ് കുറഞ്ഞവൻ. ഏറ്റവും നല്ല വേശ്യ ആരാന്നറിയാമോ? സുന്ദരിയും ചിലവ് കുറഞ്ഞവളും. അല്ല, വിലാസവതിയും വില കൂടിയവളും. കൊച്ചമ്മ സുന്ദരിയല്ലേ? ഗോപാല, നീ ഇതെന്റെ മുഖത്ത് നോക്കി പറയാണോ? സത്യം പറയണം. അതിരാവിലെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നീ എന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴെന്താണ് തോന്നാറ്? ഒന്നും തോന്നാറില്ല. ഒന്നും തോന്നാറില്ലേ? കൊച്ചമ്മ ഒന്ന് കുളിച്ചാ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. അതാണ് സൗന്ദര്യത്തിന്റെ അസലായ വില. വെറും 4 അണയാണ്. ലിപ്സ്റ്റിക്കിനും റൂഷിനും പൗഡറിനും കൺമഷിക്കും കൂടി.
വെരി നൈസ് മാൻ. അപകടക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അയ്യോ, ശുദ്ധ പാവം. അയാൾക്ക് ഹാർട്ട് ട്രബിൾ ഉണ്ടോന്ന് ഇടയ്ക്ക് ഞാൻ സംശയിച്ചു. അയ്യോ, സൂക്ഷിക്കണം. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇനിയും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് അയാൾക്ക് ഇപ്പൊ ഒരു ആവേശമാണ്. പ്രഭയുടെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. കിട്ടുന്ന സമയം ഭംഗിയായിട്ട് ഉപയോഗിക്കണം. ഇതൊന്നും എന്നും നിലനിൽക്കുകയില്ല. അതെനിക്കറിയാം. എന്റെ ഹസ്ബൻഡിന് മദ്രാസിലെ ബ്രാഞ്ച് മാനേജറായിട്ട് പ്രമോഷൻ കിട്ടാനിടയുണ്ട്. നമ്മുടെ ബിസിനസ്സിനും ബോംബെയേക്കാൾ നല്ലത് മെഡ്രാസ് ആണെന്നാണ് അറിവ്. ബോംബെയുടെ ഡബിൾ റേറ്റ് ആണ് മെഡ്രാസിൽ. വെരി ടാലന്റഡ്. നിങ്ങൾക്ക് ഞാൻ പറയാത്തന്നെ അറിയാമായിരിക്കുമല്ലോ. ഇല്ല സർ, ഞാൻ അറിയില്ല. എന്ത്? ആ സ്ത്രീ നിങ്ങൾക്ക് അറിയില്ലേ? അത് വേറെ. അല്ല സർ, ഞാനിവിടെ വരുന്നത് തന്നെ ഇന്നാദ്യമായിട്ടാണ്. എന്നാ നിങ്ങൾ അവരെ ഒന്ന് കാണണം. ഷീസ് വാട്ട് സീൻ. പോവാൻ സമയമായി. ജസ്റ്റ് 1 minute. ഹലോ വെയിറ്റേഴ്സ്. സർ, ആ കുട്ടി എനിക്ക് പക്ഷെ നമ്പ്യാർക്കൊന്ന് ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞങ്ങളുടെ റൂൾസിന് വിപരീതമാണ് സാർ. എന്ത് റൂൾസ്? കമ്പനി റൂൾസ്. എന്താ അത്? രണ്ടാൾ ഒരുമിച്ച് ഒരു സ്ത്രീയെ കാണാൻ അനുവദിക്കുന്നതല്ല. ഓ ഐ സി. എന്താ മിസ്റ്റർ നമ്പ്യാരെ കുട്ടി അവരെന്ന് കാണിച്ചിട്ട് വരണം. അതിനും മിസ്സിയുടെ അനുവാദം വേണം സാർ. എന്നാ അനുഭവം വാങ്ങിയിട്ട് വരണം. വേഗമാവട്ടെ, ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഷീസ് വാട്ട് സീൻ. സമയമാകുന്നു. 1 minute അല്ലേ? അയാൾക്ക് പ്രഭയെ ഒന്ന് കാണണം. ഒന്ന് കാണാനോ? 1 മണിക്കൂർ കണ്ടതല്ലേ? അയാൾക്കല്ല, മറ്റേയാൾ ദ ബ്രോക്കർ. അയ്യോ, എനിക്ക് പോണം. ആദ്യം വരുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. അയാൾക്കൊന്ന് കണ്ടാൽ മതി. 1 minute. അയാൾ കാണുന്നതിനേക്കാൾ മറ്റേയാളെ കാണിക്കുന്നതിലാണ് നിർബന്ധം. അയ്യേ സാബ്, അയ്യേ അയ്യേ. Go on. Go on. ഭവാനി, ഇരിക്കും മിസ്റ്റർ നമ്പ്യാർ. ഇരിക്കാനോ? ഞാൻ ഇരിക്കാനല്ല, മരിക്കാൻ പോകുക. ഇവളെ കൊന്നേച്ച്. എന്തിന്? കഴിഞ്ഞ 5 കൊല്ലമായി എന്റെ ഭാര്യയായി കഴിഞ്ഞ ഇവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളും ഇത്തരക്കാരനാണെന്ന് അവരും അറിഞ്ഞിരുന്നില്ല. എന്തു തരം? അവന്റെ തരം ഏതാ? വ്യഭിചാരം. നിങ്ങളുടേത് കൂട്ടിക്കൊടുക്കൂ. അവരുടെ തൊഴിലേക്കാൾ 1000 മടങ്ങ് നികഷ്ടമാണ് നിങ്ങളുടെ തൊഴിൽ. വ്യഭിചാരം ജന്തു സഹജമാണ്. കൂട്ടിക്കൊടുപ്പ് മനുഷ്യൻ എന്ന ജന്തു മാത്രമേ ചെയ്യൂ. ഇവൾക്ക് ഈ ബുദ്ധി എങ്ങനെ തോന്നി? നിങ്ങൾക്ക് തോന്നിയതുപോലെ തന്നെ പണത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ രണ്ടാളും അഗർവാല ആൻഡ് കമ്പനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കായിരുന്നു. അതിന് ഫീസായിട്ട് അവർക്ക് 500 നിങ്ങൾക്ക് കമ്മീഷൻ വകയിൽ 200 രൂപയും കിട്ടും. 200 രൂപ സ്പെഷ്യൽ പ്രസന്റ് വേറെ. ഇവൾ ഇതിനു മുൻപ് ഇവിടെ വരാറില്ലേ? നിങ്ങൾ ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്യാറില്ലേ? അന്ന് നിങ്ങൾ മറ്റു പലരുടെ ഭാര്യമാരെയും കൂട്ടിക്കൊടുത്തു. ഇന്ന് സ്വന്തം ഭാര്യയായി പോയിന്ന് മാത്രം. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. അത്ത, 2 ടംബ്ലർ ഐസ് വാട്ടർ കൊണ്ടുവരൂ. പ്രഭയ്ക്കും വേണ്ടി വരും. ഇവൾ പ്രഭയല്ല, ഭവാനിയാണ്. ഞങ്ങളുടെ രജിസ്റ്ററിൽ പ്രഭയാണ്. അടുത്ത വണ്ടിക്ക് ഞാൻ ഇവിടെ നാട്ടിലേക്ക് അയക്കും. എന്നിട്ട് ഈ ബന്ധം ഒഴിയും. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് എന്റെ ടാക്സിയുടെ പിൻസീറ്റ് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകും. കയ്യിൽ 700 രൂപ ഉണ്ടായിരിക്കും. അല്ല, 900. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? അല്ല, നിങ്ങൾ അന്യോന്യം ഭംഗിയായി പരിചയപ്പെടുത്തി പറഞ്ഞയക്കാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേരുടെയും ഓരോ ചലനങ്ങളും ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭാഷണങ്ങളും ഞാൻ ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവിവേകത്തിന് എന്തെങ്കിലും തുനിഞ്ഞാൽ നിങ്ങളും അഗർവാലായും ഉന്നത വൃത്തങ്ങളും എല്ലാം ഒരുമിച്ച് മുങ്ങും. It's getting late. അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ട് വരണം.
ബേബേ, മുഖം കഴുകി പൗഡർ ഇടണം. അയ്യോ, ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അദ്ദേഹം നിങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നോൺസെൻസ്. എങ്ങനെയുണ്ട് മിസ്റ്റർ നമ്പ്യ? ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസമുണ്ടോ? എന്താ നിങ്ങൾക്ക് ഷോക്കേറ്റ പോലെ? പോകാൻ സമയമായി. നിങ്ങൾ വരുന്നില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഞാൻ അവരെ അയച്ചിട്ട് വരാം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഓഫ് കോഴ്സ്. അത്തേ,